ദുഃഖനേരങ്ങൾ നിങ്ങളെ ആത്മീയമായിട്ട് ഒരുപാട് വളർത്തും. ഈ സെയിൻറ്റ് പോള് ആവർത്തിച്ച് പറയുന്നു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുക. അത് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത് എന്താണ്? എന്നെപ്പോലെ പീഡിക്കപ്പെട്ട ഒരാളില്ല. എത്ര പ്രാവശ്യം കപ്പൽ ഛേദങ്ങൾ, എത്ര പ്രാവശ്യം പീഡനങ്ങൾ, താടനങ്ങൾ, എറിഞ്ഞ് ഉടയപ്പെടുന്ന അവസ്ഥകൾ, ദാരിദ്ര്യ ക്ലേശങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സംഭവിച്ചിട്ടും അദ്ദേഹം പറയുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തു നോക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളെക്കാൾ നിങ്ങൾ വലുതാകുക. ഷാവോലിൻ ടെമ്പിളിൽ സെൻ മാസ്റ്ററുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ബ്രൂസ്ലി പറഞ്ഞു, എനിക്ക് ഹോളിവുഡിൽ പോയി വളരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുറവുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഒരു കാലിന് നീളക്കുറവുണ്ട്, എന്ത് ചെയ്യണം? ഷാവോലിൻ മാസ്റ്റർ ഒരു വര വരച്ചു ബ്ലാക്ക് ബോർഡിൽ. എന്നിട്ട് പറഞ്ഞു, ഈ വര ഒന്ന് തൊടുക പോലും ചെയ്യാതെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം? ബ്രൂസ്ലി പറഞ്ഞു, അല്പം ദൂരം പാലിക്കുക. പക്ഷേ ദൂരം പാലിച്ച് തിരികെ വരുമ്പോഴും നിന്നെ പുച്ഛിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു വര അവിടെ തന്നെ ഉണ്ടല്ലോ. മറ്റെന്താ മാർഗം? മറ്റു മാർഗം അറിഞ്ഞുകൂടാ. സെൻ മാസ്റ്റർ അതിനേക്കാൾ വലിയൊരു വര വരച്ചു താഴെ. എന്നിട്ട് പറഞ്ഞു, വെൻ യു ഹാവ് പ്രോബ്ലം ഗ്രോ ബിഗർ ദാൻ പ്രോബ്ലം. പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നത്തെക്കാൾ നീ വലുതാകുക. ഈ പ്രശ്നത്തെക്കാൾ വലുതാകണമെന്നും പഠിപ്പിക്കുന്ന ആളാണ് ദൈവം. എനിക്കൊരു വലിയ ദൈവമുണ്ട്, എനിക്കൊരു വലിയ ദൈവമുണ്ട്. ആ ദൈവം എന്നെ വഴി നടത്തും. ഒരാൾ ദൈവത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവമേ, ഐ എം ബിഗ് സീറോ. ദൈവം പറഞ്ഞു, നീ ഇപ്പം എന്താണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചത്? ഐ എം ബിഗ് സീറോ. ഓക്കെ മോനെ, ദാ ഞാൻ നിനക്ക് റബ്ബർ തരാം, സീറോ അങ്ങോട്ട് വായിച്ചു കളയി. ഇനി വായിച്ചേ. അയാൾ വായിച്ചു, ഐ എം ബിഗ്. ദൈവം പറഞ്ഞു, അതാണ് കറക്റ്റ്, യു ആർ ബിഗ്, നീ വലുതാണ്. ആവർത്തിച്ച് പറയുക, ഐ ആം ബിഗ്, ഐ ആം ബിഗ്. ഹീറോയാണ്, സീറോ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ജീവിതം ഒരു വാക്ക് ഇൻ ദ പാർക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റില്ല. ദൈവം നിങ്ങൾക്ക് കഠിന വഴികൾ സമ്മാനിക്കുന്നത് നിങ്ങളെ ചൂടുറപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങളെ എടുത്തുയർത്താൻ വേണ്ടിയാണ്. ഇത് മനസ്സിലാക്കിയവർ ധാരാളമുണ്ട്. കുഞ്ഞു ഉപദേശി, അദ്ദേഹം ബൈബിൾ വ്യാഖ്യാന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മകൻ മരിച്ചവരറിയുന്നത്. ക്ലാസ്സൊക്കെ എടുത്ത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ശവസംസ്കാര കർമ്മത്തിന് പോയത്. മകൻ്റെ ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് അകത്തിങ്ങനെ ദുഃഖം ഇരച്ച് കയറുമ്പോഴേ അദ്ദേഹം ഒരു പാട്ട് ട്യൂൺ ചെയ്ത് ശരിയാക്കി. ആ പാട്ടിൽ നിന്ന് കേരളക്കര മുഴുവൻ ഏറ്റുപാടുന്നുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദുഃഖത്തിൻ്റെ പാഠശാലയിലായിരിക്കാം. ദുഃഖത്തിൻ്റെ ഒരു എരുതി അനുഭവം അവിടെ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുക്കപ്പെടുന്നത് മഹത്തരമായ എന്തിനോ വേണ്ടി നിങ്ങൾ മാറ്റം ചെയ്യപ്പെടാനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം എന്ന് പറഞ്ഞു തുടങ്ങുക. ഇനി ദൈവത്തോട് പറയുക, ദൈവമേ, നീ എനിക്ക് തന്നതിനൊക്കെ നന്ദി. കണ്ണീരിന് നന്ദി, പുഞ്ചിരിക്ക് നന്ദി, വീഴ്ചയ്ക്ക് നന്ദി, താഴ്ചയ്ക്ക് നന്ദി, ഉയർച്ചയ്ക്ക് നന്ദി, തന്നതിനെല്ലാം നന്ദി, തരാത്തതിനും നന്ദി. എന്നും നീണ്ടു നിൽക്കുന്ന നന്ദി മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനെ വൂണ്ടഡ് ഹീലർ എന്ന് വിളിക്കാറുണ്ട്. അതായത് കർത്താവ് മുറിവേൽപ്പിക്കപ്പെട്ട സൗഖ്യദായകനാണ്. ദുഃഖമില്ലാഞ്ഞിട്ടാണോ? ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖത്തെ മറ്റൊരാൾക്ക് നിറവായി മാറ്റുകയാണ്. മുറിവുണക്കി എന്ന പേരിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ചെടിയുണ്ട്, കോറൽ ബുഷ് എന്നാണ് അതിൻ്റെ പേര്. മുറിവുണക്കി എന്നത് നാട്ടു ഭാഷ്യമാണ്. മുറിവുണക്കിയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ നീര് നിങ്ങളുടെ മുറിവ് ഉണക്കിക്കളയും. പക്ഷെ ഓർത്തോക്കുക, മുറിവുണക്കി നിങ്ങളുടെ മുറിവുണക്കുന്നത് സ്വന്തം നീരും ചോരയും സമ്മാനിച്ചുകൊണ്ടാണ്. ചില മനുഷ്യർ മുറിവുണക്കികളാണ്. അവരുടെ ചോരയും നീരും തന്ന് നിങ്ങൾക്ക് സൗഖ്യാനുഭവം ഉണ്ടാക്കി തരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ ഒരാൾ കുഴിയിൽ വീണു. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കാട്ടുവഴിയിലെ കുഴിയിലേക്ക് വീണുപോയത്. എല്ലാവരും അയാളെ കുറ്റപ്പെടുത്തിയുള്ളൂ. പക്ഷെ കർത്താവ് കുറ്റപ്പെടുത്തലൊന്നുമില്ലാതെ ഓടി വന്ന് ചോദിക്കുന്നു, രക്ഷപ്പെടണം. കർത്താവ് ചാടി ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ദാ എൻ്റെ നീട്ടിയ കൈ പിടിക്കുക, എൻ്റെ കഴുത്തി പിടിക്കുക, രക്ഷപ്പെട്ടുകൊള്ളുക. ജീവൻ മരണ പോരാട്ടം പോലെയാണ് അയാൾക്ക്. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചില്ല. കർത്താവിൻ്റെ നീട്ടിയ കഴുത്തിൽ പിടിച്ചു, രക്ഷപ്പെട്ടു.
കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് സ്വയം കുഴിയിൽ നിന്നും കരകയറി വരികയാണ്. അദ്ദേഹത്ത് ചെറിയ മുറിവൊക്കെ ഉണ്ട്. അയാൾക്ക് സങ്കടം തോന്നി, കുറ്റബോധവും. അയാൾ ചോദിച്ചു, കർത്താവേ വേദന ഉണ്ടല്ലേ, മുറിവ് പറ്റിയില്ലേ? അപ്പോൾ കർത്താവ് വളരെ കൂളായിട്ട് പറഞ്ഞു, വെൻ ഐ ലവ് സമ്മൺ ഐ ഡോണ്ട് കൗണ്ട് ഹൗ മെനി വൂൺസ് ഐ ഗെറ്റ്, ഐ ഓൺലി കൗണ്ട് ഹൗ മെനി വൂൺസ് ഐ ഹീൽ. സ്നേഹിക്കുമ്പോൾ എത്ര മുറിവ് എനിക്ക് കിട്ടിയെന്ന് എണ്ണാറില്ല, എത്ര മുറിവ് ഞാൻ ഉണക്കി എന്ന് മാത്രമേ എണ്ണാറുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവർ തന്ന മുറിവുകളും എണ്ണി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഒരു വലിയ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് മാറും. ആ ലിസ്റ്റൊക്കെ എടുത്ത് മാറ്റി. പല മനുഷ്യരും നിങ്ങളെ വേദനിപ്പിച്ചതും മുറിപ്പെടുത്തിയതും അവരുടെ പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കാം. മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കുക. ഈ മുറിപ്പെടുത്തിയവരുടെ എണ്ണവും നോക്കി ആ ലിസ്റ്റും ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ലിസ്റ്റുകളൊന്നും എടുക്കണ്ട. സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു മാനസിക വൈകല്യമുണ്ട്. അതായത് അവർ സ്വയം തോൽപ്പിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും പരിഭവത്തിന് കാരണം കണ്ടെത്തും, പരാതിക്ക് കാരണം കണ്ടെത്തും. എന്നെ കുറ്റപ്പെടുത്തിയവർ ഇവരൊക്കെയാണ്, എന്നെ ഒറ്റപ്പെടുത്തിയവർ ഇവരൊക്കെയാണ്, എനിക്ക് നിഷേധിച്ചവർ ഇവരൊക്കെയാണ്. അങ്ങനെ അവരിതെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡറാണത്. അതല്ലാതെ അങ്ങേറ്റം സ്നേഹത്തോടു കൂടി സ്വയം മറന്നവരുണ്ട്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വിക്ടർ ഫ്രാങ്കിൽ എഴുതുന്നുണ്ട്, അവിടെ ചില മനുഷ്യർ അങ്ങേറ്റം ക്രൂരമായ അന്തരീക്ഷത്തിൽ മരണം കാത്ത് കിടക്കുന്നവരുടെ ഇടയിൽ ചില മനുഷ്യർ അവർ ഓടി നടന്ന് മറ്റുള്ളവരെ സഹായിക്കും. കിട്ടുന്ന ഇത്തിരി ഭക്ഷണത്തിൽ അല്പം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അങ്ങേറ്റം വേദനിച്ച് കിടക്കുന്നവരുടെ ഇടയിൽ സഹായത്തിൻ്റെ ദൂതന്മാരെ പോലെ എത്തിയവരുണ്ടായിരുന്നു. അവർ ഓടി ചെല്ലുകയാണ്. ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാത്തിടത്ത് പ്രത്യാശയുടെ കഥ പറഞ്ഞവരുണ്ട്. അദ്ദേഹം പറയുന്നത് സ്വർഗവുമായി ഉടമ്പടി എടുത്തവരായിരുന്നു അവർ. അങ്ങനെയുള്ള മനുഷ്യരാണ് സ്വർഗത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് നൽകുക. ദുഃഖത്തിൻ്റെ നേരത്ത് സ്വർഗത്തിൻ്റെ ഉടമ്പടി നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് സന്തോഷത്തിലേക്ക് വരാൻ വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ.